വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഗുജറാത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു പേരില്ലായിരുന്നു. എന്നാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് അണിനിരന്നാൽ ശക്തമായ മുന്നേറ്റമുണ്ടാക്കി അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. ജിഗ്നേഷ് മേവാനിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് യുവനേതൃത്വം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ, അതായത് BJPയോട് കോൺഗ്രസ് അല്ലാതെ ഇന്ത്യ മുന്നണിയിലുള്ളവർ നേർക്കുനേർ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യമല്ല ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെ തിരിച്ചു വരാമെന്നുള്ളതാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഗുജറാത്ത് തന്നെയാണ്. കാരണം BJPയുടെ ശക്തി ദുർഗമായ സംസ്ഥാനം. ഈ രാജ്യത്ത് BJPയുടെ വളർച്ചയ്ക്ക് കാരണമായത് ഗുജറാത്ത് മോഡൽ എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടാണ്. വാസ്തവത്തിൽ ഗുജറാത്ത് മോഡൽ എന്നത് ലോകരാജ്യങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മോദിക്ക് ഒരു കാലത്തും വിസ അനുവദിക്കാതിരുന്നത് ഗുജറാത്തിൽ മോദി ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ സമാനതകളില്ലാത്ത വർഗീയ കലാപത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. അന്ന് വലിയ തോതിൽ അദ്ദേഹത്തിനെ ബ്ലാക്ക് മാർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇതേ ഗുജറാത്തിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണെങ്കിൽ 2017 സാഹചര്യം കോൺഗ്രസിന് ഇപ്പോഴും ഉതകുന്നുണ്ട് എന്ന് തന്നെയാണ് ഗ്രൗണ്ട് സർവേ ഫലങ്ങൾ പറയുന്നത്. ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയും തൂത്തുവാരിയെങ്കിലും ഇക്കുറി അത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഗുജറാത്തിൽ ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസിന് ആധിപത്യം ഇപ്പോഴുമുണ്ട്. സൂററ്റ്, അഹമ്മദാബാദ് തുടങ്ങിയ നഗരഹൃദയങ്ങളിൽ മാത്രമാണ് BJPക്ക് ആധിപത്യമുള്ളത്. ആ നഗരഹൃദയങ്ങളുടെ വോട്ട് ബാങ്ക് കൊണ്ടാണ് BJP എല്ലാ കാലവും ജയിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. സാധാരണ നിലയിൽ നമുക്ക് നോക്കിയാൽ അറിയാം, 2012 2007 ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ 182 സീറ്റുകളിൽ ശരാശരി 100 മുതൽ 110 സീറ്റുകൾ വരെ BJP നേടുകയും ബാക്കിയുള്ള 55 മുതൽ 60 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയെടുത്തുകൊണ്ട് വിജയിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി കാണുന്നത്. അതിൽ നിന്നും ഒരു വ്യത്യാസം വന്നത് ആം ആദ്മി പാർട്ടി BJPക്ക് വേണ്ടി വലിയ തോതിൽ പണിയെടുത്തതിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. എന്നിട്ട് ആം ആദ്മി സാമാജികരെ പിടിച്ചു നിർത്താൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ കെജ്രിവാളിന് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് വലിയ തോതിൽ മതേതരത്വം പറഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന ആം ആദ്മിയുടെ കപട മതേതരത്വം പല സംസ്ഥാനങ്ങളിൽ ഇനി വ്യത്യസ്തമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നാക്ക വിഭാഗങ്ങളെ ഒരു കാലത്ത് മടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നില്ല. രാഷ്ട്രീയ ലാഭം നോക്കിയല്ലാതെ ഒരു പ്രവൃത്തിയും കെജ്രിവാൾ ചെയ്യില്ല എന്നുള്ളത് വർഷങ്ങളായി മനസ്സിലാക്കി വരികയാണ്.